രാവിലെ മുതൽ നെടുമങ്ങാട് 1.5 വയസ്സുള്ള കുട്ടിയെ കൊന്നുകളഞ്ഞ അഖിലേൻ്റെയും അഷ്കറിൻ്റെയും ന്യൂസ് നിങ്ങൾ കാണുന്നുണ്ടാവും. ഈ വീഡിയോ തുടങ്ങുമ്പോഴേ പറയുന്നു, പബ്ലിക്കായിട്ട് 4 ആളുടെ ഇടയിൽ നിന്ന് ലൗഡായിട്ട് ഈ വീഡിയോ നിങ്ങൾ കാണാൻ പാടില്ല. കുട്ടികളെ ഈ വീഡിയോ നിങ്ങൾ കേൾപ്പിക്കാൻ പാടില്ല. കാരണം ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് തെറി വിളിക്കാതെ എനിക്ക് ഈ വീഡിയോ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, മോണിറ്റൈസേഷൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല. എനിക്ക് ഈ പട്ടിത്തായോളി മോളെയും ആ പന്നപ്പൂറി മോനെയും കുറിച്ച് 10 പറയണം. ഇതിനു മുമ്പും ഇതുപോലത്തെ സിമിലർ കേസുകൾ നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടുണ്ട്. ആ കേസുകളിലൊക്കെ ഇപ്പോഴും ഒരു അപ്ഡേറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ കൊലപാതകം നടത്തിയ ആളുകളെല്ലാം പുറത്തിറങ്ങി അവരവരുടെ വേറെ സുഖജീവിതമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടാവും. ഇനിയെങ്കിലും നിയമപരമായിട്ട് ഇതിനൊരു തീരുമാനമുണ്ടാക്കാൻ ഇവിടുത്തെ സിസ്റ്റത്തിന് സാധിച്ചില്ലെങ്കിൽ ഇതുപോലുള്ള ചെറ്റകൾ ഇനിയും കുട്ടികളുണ്ടാക്കും, കൊന്നുകളയും. ഇതിങ്ങനെ റിപ്പീറ്റ് ലൂപ്പായിട്ട് പോവും. ഈ 1.5 വയസ്സുള്ള അർഷിദ് എന്ന് പറഞ്ഞ ഈ മോൻ കുറച്ച് ദിവസങ്ങൾക്ക് എനിക്ക് തോന്നുന്നു 1 മാസം അടുപ്പിച്ചായിട്ടുണ്ട് തോന്നുന്നു. ഒരു മാസം അല്ലെങ്കിൽ അതിന് മുകളിലുമായിട്ടുണ്ട്. ഒരു ചലഞ്ച് വീഡിയോയിൽ ഈ അമ്മേനെയും, അമ്മ എന്ന് പറയാൻ പറ്റില്ല, പിന്നെ നമുക്ക് ഈ അമ്മ എന്ന് പറഞ്ഞ ശീലമായിപ്പോയി, ഈ പൂറി മോളെയും ഈ കുട്ടീനെയും കണ്ടിട്ട് ആക്ച്വലി കണ്ണെന്ന് പോകുന്നില്ല. കാരണം ആ കുട്ടിയുടെ കുറച്ച് എന്തോ ആ വീഡിയോ എഡിറ്റ് ചെയ്ത് വെച്ച രീതിക്ക് അതൊരു മീം പോലെ ഒരുപാട് സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ കുട്ടിയുടെ എക്സ്പ്രഷനൊക്കെ കാണിച്ചിട്ട് അത് എഡിറ്റ് ചെയ്ത ആളും ഇന്ന് റിഗ്രറ്റ് ചെയ്യുന്നുണ്ടാവും. ഞാനും അത് കണ്ട് ചിരിച്ചു. അത് കുറച്ച് പേർക്ക് ഫോർവേഡ് ചെയ്തു. ഇപ്പം ഞാനും റിഗ്രറ്റ് ചെയ്യുന്നു. എന്നെപ്പോലെ നിങ്ങളും റിഗ്രറ്റ് ചെയ്യുന്നുണ്ടാവും. കാരണം അന്ന് ആ മോൻ്റെ മുഖത്തുണ്ടായിരുന്നത്, ആ കുട്ടി 1.5 വയസ്സിൽ അനുഭവിച്ച ആ കുട്ടിയുടെ വിഷമം, സങ്കടം, ആ കുട്ടിയുടെ എന്താ പറയുക, ദേഹോപദ്രവത്തിന്റെ ഒരു ട്രോമ ഉണ്ടല്ലോ, അതായിരിക്കണം ആ കുട്ടിയുടെ ഫേസ് അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവും. ആ സമയത്ത് ആ കുട്ടിക്ക് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് എപ്പോഴോ. എടാ, 1.5 വയസ്സിലൊരു കുട്ടി ഒരു മനുഷ്യൻ അതിൻ്റെ ആയുസ്സിൽ അനുഭവിക്കുന്ന എല്ലാം അനുഭവിച്ചു. അത് ഈ തള്ളേൻ്റെ പന്ന കാമുകനെയും വെച്ച് കൊടുത്ത് അതിനും വലിയ പൂറി മോൻ അഷ്കർ. മാത്രമല്ല, അവൻ്റെ വീട്ടുകാരടക്കം തായോളികൾ. ഇവര് ഈ അഷ്കർ ഓൾറെഡി ഒരു കല്യാണം കഴിച്ചതാ. ആ കല്യാണം കഴിച്ച ആ പെണ്ണിനെ ഇവൻ ജീവശവമാക്കിയിട്ടുണ്ട്. ചത്തതിലൊക്കുമേ ജീവിച്ചാലെന്ന് പറഞ്ഞിട്ടാണ് ആ പെൺകുട്ടി ജീവിക്കുന്നത്. അതിൽ പോലീസ് കേസ് ഉണ്ടായിട്ടുണ്ട് ഈ വിഷയത്തിൽ. ഈ കുട്ടിയുടെ വിഷയത്തിൽ ഈ പെണ്ണിന്റെ അമ്മല്ലേ, അഖിലയുടെ അമ്മ CWCക്ക് അടക്കം പോലീസിനടക്കം കേസ് കൊടുത്തതാണ് ഈ കുട്ടീൻ്റെ കൈ ഒടിഞ്ഞപ്പോൾ. ബൈ ദ വേ, ആ റീൽ വീഡിയോക്കകത്ത് ഈ കുട്ടിയുടെ കൈ ഒടിഞ്ഞപ്പോൾ ഈ പന്ന കൂതി മോള് അഖില പറഞ്ഞാൽ എന്താ അറിയോ, ആ കുട്ടി സൈക്കിളിൽ നിന്ന് വീണപ്പോൾ കൈ ഒടിഞ്ഞാൽ നമുക്ക് ചിന്ത പോയില്ല എന്ന്. ഈ 1.5 വയസ്സുള്ള പിഞ്ചു കുട്ടി പാണ്ടിലോറിന്റെ അടിയിൽ പോകണോ സൈക്കിളും കൊണ്ട് ഇങ്ങനെ ഒടിയാന്നുള്ളത് നമ്മൾ ചിന്തിച്ചില്ല. ഒരിക്കലും ചാൻസ് ഇല്ല അല്ലേ? അതുകൊണ്ടാണ് അതായത് അന്ന് ചിന്തിച്ചില്ല ആരും. അന്ന് ആരും ചിന്തിച്ചില്ല എന്നുള്ളതാണ്. അതിലും ഞാൻ റിഗ്രറ്റ് ചെയ്യാണ്. ചിന്തിക്കേണ്ടിയിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ചിന്തിച്ചില്ല. എന്താണെങ്കിലും ഇവരെ വെറുതെ വിടരുത്. ഇന്ന് അവിടുത്തെ നാട്ടുകാർക്ക് കുറേ പേര് നാട്ടുകാരെ കുറ്റം പറയുന്നത് കണ്ടു. നിങ്ങൾ ഇപ്പോൾ അറിഞ്ഞിട്ട് ഇപ്പോഴാണോ പറയുന്നത്, അപ്പോഴാണോ പറയുന്നത്? ആ വീടിൻ്റെ സിറ്റുവേഷനും ആംബിയൻസും ഒന്ന് ന്യൂസിൽ കണ്ടവർക്ക് അറിയാം. അതൊരു ഒറ്റപ്പെട്ട വീടാണ്, ഒരു വാടക വീട്, ഒറ്റപ്പെട്ട വീട്, ചുറ്റുപുറത്തൊരു മനുഷ്യനില്ല. നാട്ടുകാരോട് ഞാൻ കൈയടിക്കും നാട്ടുകാർ. കാരണം എന്താ അറിയോ, ആ പന്നനെ കൊണ്ടുവന്നപ്പോൾ 4 അടിക്കാൻ പറ്റിയവർക്ക് ഇനിയും പുറത്തിറങ്ങി എടുത്ത് പൊട്ടിച്ച് പുതിര തല്ലി നാട് കടത്തി വിടണം. ഈ നാറികളെ സിസ്റ്റം ശരിയാണെന്നുണ്ടെങ്കിൽ തൂക്കുകയർ കൊടുക്കണം ഈ തെണ്ടിക്ക്, അല്ലെങ്കിൽ പബ്ലിക്കിൽ നാട്ടുകാർക്ക് വിട്ടു കൊടുക്കണം. നടക്കും തോന്നില്ല, നമ്മുടെ സിസ്റ്റം അങ്ങനത്തെ സിസ്റ്റമാണ്. അപ്പൊ ഹ്യൂമൻ റൈറ്റ്സ് പറഞ്ഞു വരും. അതാണ് മനുഷ്യാവകാശം. ഇനി ഇവനുണ്ടാവും, 1.5 വയസ്സുള്ള കുട്ടിക്ക് ഉണ്ടാവില്ല. ഇവക്കും വേണ്ടി മനുഷ്യാവകാശം പറഞ്ഞു വരാൻ പല നാറി നക്കികളും ഇനി ഈ നാട്ടിൽ കാണും. കാരണം ഒന്നും അറിയാത്തൊരു ചങ്ങായി ബസ്സിന്ന് ഇത് പറ്റിയാണ് തൂങ്ങി വെച്ച് ഇപ്പതാക്കണ വീണ്ടും റീല്. ആ ഒരു പ്രശ്നമില്ല. എന്താ പറയുക, ഇവിടെ കൊലപാതകം ചെയ്യുന്നവർക്കും കൊലപാതകികൾക്കും ഒരു മനുഷ്യനെ ഇല്ലായ്മ ചെയ്യാനും അല്ലെങ്കിൽ അവർ ഇല്ലാതാവാനും കാരണക്കാരാവുന്നവരെ പ്രൊട്ടക്ട് ചെയ്യാൻ മനുഷ്യാവകാശമുണ്ട്. മരിച്ചു പോയവർക്കില്ല. അതാണ് ഇതിനകത്ത് ഈ അഖിലയുടെ അമ്മ വളരെ വ്യക്തമായിട്ട് സംസാരിക്കുന്നതിന്റെ ഒരു വോയിസ് ഞാൻ വെക്കാം. ഈ അഖില ഈ കുട്ടിയെ ഈ രീതിയിൽ ടോർച്ചർ ചെയ്ത സമയത്ത് ഇവർക്ക് സംശയം ഉണ്ടായപ്പോൾ ഇവർ വളരെ വ്യക്തമായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവർ CWCയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഉദ്യോഗസ്ഥരെ മൊത്തം ഞാൻ പറയുമ്പോൾ പിരിച്ചുവിടണം. അന്ന് ആക്ഷൻ എടുക്കാത്തവരെ ഇന്ന് പിരിച്ചുവിടണം. ഈ തന്തേനെയും തള്ളേനെയും ഞാൻ പറയുമ്പോൾ പബ്ലിക്കായിട്ട് തന്തയും തള്ളേയും പറയുമല്ലോ, പോണ്ടി ഈ നാരകളെ ഫുള്ള് കൊണ്ടുവന്ന് നിർത്തിയിട്ട് നടു റോട്ടിൽ കെട്ടിത്തൂക്കുക.
എന്നിട്ട് ഇവൻ എങ്ങനെയാണോ സിഗരറ്റ് കൊണ്ട് കുത്തിയിട്ടും അടിച്ചിട്ടും 51 പാട് ആ കുട്ടിയുടെ മേത്തുണ്ടാക്കി അതിലൊരു 500 പാട് ഇവളി അങ്ങനെ വരഞ്ഞു വിടണം നാട്ടിൽ. അങ്ങനത്തെ പണിഷ്മെന്റ് കൊടുക്കണം. ഇനി നാളെ ഒരു കുട്ടീനെ ഉണ്ടാക്കിയിട്ട് അതിന് ഈ രീതിയിൽ ക്രൂരമായി കൊല്ലാൻ ഒരുത്തിനെ കൈ വറക്കണം, ചിന്തയിൽ പോലും വരാൻ പാടില്ല. അങ്ങനത്തെ നിയമം ആ രീതിയിലുള്ള പണിഷ്മെന്റും സിസ്റ്റത്തിന് കൊടുക്കാൻ പറ്റുന്ന അന്ന് ഇവിടെ ഇങ്ങനത്തെ കുട്ടികൾക്കെതിരെയുള്ള ഉപദ്രവം കുറയും, നിൽക്കും. അല്ലാത്ത പക്ഷം ഉണ്ടല്ലോ ഒന്നും സംഭവിക്കാൻ പോണില്ല. ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞു ഈ അഖിലയുടെ അമ്മ സംസാരിക്കുന്ന ഞാൻ വയ്ക്കാം. അപ്പോൾ പറഞ്ഞു കുഞ്ഞിൻ്റെ അമ്മയാണ് കുഞ്ഞിനെ കൊണ്ടുപോയിരിക്കുന്നത്. അപ്പോൾ അവർ തരാതെ നമുക്ക് നിങ്ങളെ പിടിച്ചേൽപ്പിച്ച് തരാൻ പറ്റില്ല, പ്രത്യേകിച്ച് നിങ്ങൾ മുന്നേ നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കുഞ്ഞിന് ഇവിടെ പരാതി കൊടുത്ത് കുഞ്ഞിനെ അമ്മയെ ഏൽപ്പിച്ചതാണ്. ഞാൻ പറഞ്ഞു ഓക്കെ സാർ അത് ശരിയാണ്, പക്ഷേ ഇതിങ്ങനെ എൻ്റെ കുഞ്ഞിൻ്റെ ദേഹം മുറിയില്ല. കാരണം എൻ്റെ കൂടെ എൻ്റെ കുഞ്ഞ് നിന്നപ്പോൾ ഈ 1.5 വർഷക്കാലം എൻ്റെ കൂടെയാണ് നിന്നപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ ദേഹത്ത് ഒരു മുറിവോ പാടോ ഒന്നും ഇല്ല. ഈ പോലീസിൽ പരാതി കൊടുത്തിട്ട് പോലീസ് ഇത് സീരിയസ് ആയിട്ട് എടുത്തില്ല എന്നുണ്ടോ? സീരിയസ് ആയിട്ട് എടുത്തില്ലാന്ന് ഒരു പക്ഷെ വേണമെങ്കിൽ എനിക്ക് പറയാം. കാരണം എന്ന് വെച്ചാൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു കുഞ്ഞിൻ്റെ കൈ ഇങ്ങനെ ഒടിഞ്ഞതാണ്, ഫോട്ടോ സഹിതം കാണിച്ചു കൊടുത്തതാണ്. അവിടെ താഴെ നമ്മളെ SIയുടെ അടുത്തായാലും DYSPയുടെ അടുത്തായാലും പറഞ്ഞു. അപ്പോൾ നമുക്ക് എൻ്റെ മനസ്സിൽ എന്തോ ഈ ഒളിഞ്ഞിരിക്കാത്ത കാര്യങ്ങൾ ഞാൻ തുറന്നു പറയുന്ന കൂട്ടത്തില്ല. ഞാൻ സാർ എനിക്കിങ്ങനെ ഒരിത് ഉണ്ട്, സംശയമുണ്ട് സാർ, അത് അന്വേഷിക്കണം. അപ്പോൾ പറഞ്ഞു കുഞ്ഞിൻ്റെ അമ്മയാണ് കുഞ്ഞിനെ കൊണ്ടുപോയിരിക്കുന്നത്. അപ്പോൾ അവർ തരാതെ നമുക്ക് നിങ്ങളെ പിടിച്ചേൽപ്പിച്ച് തരാൻ പറ്റില്ല, പ്രത്യേകിച്ച് നിങ്ങൾ മുന്നേ നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കുഞ്ഞിന് ഇവിടെ പരാതി കൊടുത്ത് കുഞ്ഞിനെ അമ്മയെ ഏൽപ്പിച്ചതാണ്. ഞാൻ പറഞ്ഞു ഓക്കെ സാർ അത് ശരിയാണ്, പക്ഷേ ഇതിങ്ങനെ എൻ്റെ കുഞ്ഞിൻ്റെ ദേഹം മുറിയില്ല. കാരണം എൻ്റെ കൂടെ എൻ്റെ കുഞ്ഞ് നിന്നപ്പോൾ ഈ 1.5 വർഷക്കാലം എൻ്റെ കൂടെയാണ് നിന്നപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ ദേഹത്ത് ഒരു മുറിവോ പാടോ ഒന്നും ഇല്ല. അപ്പോൾ ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ 2 കൈയും ഒടിഞ്ഞു എന്ന് പറയുമ്പോൾ എനിക്ക് പറ്റില്ല, എനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയണില്ല. സാർ അതിൻ്റെ നടപടി എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കിപ്പോൾ എന്ത് പറയണമെന്ന് പറഞ്ഞ് സത്യം പറഞ്ഞാൽ അറിയില്ല. എൻ്റെ മനസ്സ് പോലെ മൊത്തം കല്ലിച്ച് നിൽക്കുകയാണ്. എന്ത് ചെയ്യണമെന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റണില്ല. ചൈൽഡ് ലൈനിൽ ഈ കൈ ഒടിഞ്ഞ സമയത്ത് തന്നെ, അതായത് ഈ 5-ാം തീയതി ഈ കൈ ഒടിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഞാൻ പരാതി കൊടുത്തതിൻ്റെ പിറ്റേന്ന് രാവിലെ ബസ്സിൽ ഇരുന്നപ്പോഴാണ് ഞാൻ ചൈൽഡ് ലൈനെ വിളിച്ച് പറയണത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ അവിടെ നിന്ന് എന്നോട് സംസാരിച്ച് സാർ പറഞ്ഞത് നിങ്ങൾ സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തേക്കല്ലേ, ഇന്ന ദിവസം അവിടെ ചെല്ലാൻ പറയല്ലേ, അവിടെ സംസാരിച്ച് കോംപ്രമൈസ് ചെയ്തതിന് ശേഷം ഞങ്ങൾ ഈ പരാതി ഞങ്ങൾ അന്വേഷിച്ചോളാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വിളിച്ചിട്ടൊന്നുമില്ല. ഈ അമ്മമ്മ വിളിച്ച സമയത്ത് റെസ്പോണ്ട് ചെയ്യാതിരുന്ന പോലീസുകാരും ചൈൽഡ് ലൈൻ ഉദ്യോഗസ്ഥരും എതിരെ അന്വേഷണം വരണം. കാരണം ഇവരെത്ര കേസുകൾ ഇതേപോലെ ഈ ലാഘവത്തിൽ മുക്കിക്കളഞ്ഞു കാണും. അതിലെത്ര കുട്ടികൾ അവർ ജീവിതത്തിൽ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു സിസ്റ്റത്തിനെ ഫെയിലിയർ ചെയ്യാൻ പറയട്ടെ, ഒരു ഭാര്യയും ഭർത്താവും പിരിഞ്ഞു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടായി, കുട്ടി അമ്മേൻ്റെ ഒപ്പം പോട്ടെ, എന്താ അച്ഛൻ എന്താ പേപ്പറൊന്ന് വെട്ടി ചെയ്തു? ഇനി അമ്മയും അച്ഛനും ഇല്ലാത്ത സമയത്ത് ഇതിൻ്റെ വീട്ടുകാരുണ്ടല്ലോ റെസ്പോൺസിബിൾ ആയിട്ടുള്ള, ഒന്നില്ലെങ്കിൽ പെണ്ണിൻ്റെ വീട്ടുകാരാണോ അല്ലെങ്കിൽ ചെക്കൻ്റെ വീട്ടുകാർ, ഇല്ലെങ്കിൽ ഇവിടെ ഇത്രയോ സർക്കാർ സെറ്റപ്പുകളില്ലേ, അമ്മത്തൊട്ടിലടക്കം ഓർഫനേജുകളടക്കം മറ്റേ CWC അടക്കം എല്ലാവർക്കും ഫെസിലിറ്റീസ് ഉണ്ട്. കുട്ടികളെ അങ്ങോട്ട് മാറ്റണം. എന്തിനാണ് ഈ സെറ്റിൽമെന്റ്? എന്ത് കോപ്പ് കാണിക്കാനാണ് ഈ സെറ്റിൽമെന്റ്? കുട്ടികളെ വിഷയം ഇൻവോൾവ് ആകുമ്പോൾ അതിൽ സെറ്റിൽമെന്റ് എന്ന് പറയുന്ന പരമാറി പോലീസുകാരും CWCന്റെ ചെറ്റകളും ഉണ്ടെന്നുണ്ടെങ്കിൽ അവിറ്റങ്ങളെ എക്സ്പോസ് ചെയ്ത് വിടണം. പണിയെടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അറിയാൾക്ക് ഒറ്റൊരാള് ഏതെങ്കിലും ഒരാള് പറഞ്ഞാൽ മതി, ഒന്നവിടെ പോയിട്ട് ഒന്ന് അന്വേഷിക്കില്ല. ഈ പോലീസുകാരാരാണെന്നും ഈ CWCയുടെ ഉദ്യോഗസ്ഥരാരാണെന്നുള്ളതും കണ്ടുപിടിച്ച് അവരെ ജോലി തന്നെ എടുത്ത് മാറ്റണം. ആൻഡ് ഈ അച്ഛനും അമ്മയ്ക്കും കൊടുക്കുന്ന ശിക്ഷയുടെ അത്ര തന്നെ റെസ്പോൺസിബിലിറ്റി ഈ കുട്ടി മരിച്ചതിൽ ഇവർക്കും ഉണ്ട്. അത്രത്തോളം ഉണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു കുട്ടിയുടെ കൈ പൊട്ടിയ ഫോട്ടോ അടക്കം ആ കുട്ടിയുടെ അമ്മമ്മ കൊണ്ടുപോയി പറഞ്ഞപ്പോഴും സെറ്റിൽമെന്റ് എന്ന് പറഞ്ഞ മറ്റേ മക്കളാണല്ലോ ഇറ്റങ്ങള്. എന്ത് നാറിയ നാടാന്ന് ആലോചിച്ച് നോക്കും. നമ്മളെ സിസ്റ്റത്തിന്റെ ഒരു ഫെയിലിയർ ഞാൻ ചിന്തിക്കുന്നത്. ഇതൊരു സിസ്റ്റത്തിന്റെ ഫെയിലിയർ ഇവിടെ. അതായത് ഈ കുട്ടീനെ ഡയറക്റ്റ് ആയിട്ട് ബാധിക്കുന്നത്. ഇനി ഈ കുട്ടീനെ കൊന്നു കളഞ്ഞാൽ ആ ചെറ്റ ആദ്യം കല്യാണം കഴിച്ച ഒരു കുട്ടീനെ ഞാൻ പറഞ്ഞേ ജീവശവമാക്കിയിട്ട് നിർത്തിയിട്ടുണ്ട് ഈ അഷ്കർ മാത്രമല്ല, അഷ്കറിന്റെ ഫാമിലി. ഇവര് ഇതിന് മുമ്പ് കല്യാണം കഴിച്ച കുട്ടിയുടെ ഉമ്മ ഒന്ന് സംസാരിക്കുന്നത് കേട്ടോ, അവിടെയും പോലീസ് കംപ്ലൈന്റ് അടക്കം അവർ കൃത്യമായിട്ട് അറിയിച്ചിട്ടുണ്ട് ഈ അഷ്കർ എങ്ങനത്തെ ആളാ,
ഇവന്റെ വീട്ടുകാരെങ്ങനത്തെ ആൾക്കാരാന്നൊക്കെ വളരെ വളരെ വ്യക്തമായിട്ട് പോലീസിന് കൊടുത്തിട്ടുണ്ട്. എടാ പോലീസുകാരെന്ന് പറഞ്ഞു ഞാൻ പറയട്ടെ, ഇവിടുത്തെ പോലീസ് സിസ്റ്റത്തിന്റെ ഒരു ഫെയിലിയർ എന്താ അറിയോ, 100 പേരെടുത്താ അതിലൊരു പകുതി ആൾക്കാർ ഒരു ഓഫ് മൈൻഡ് ആയിട്ട് നടക്കുക. കാരണം വർക്ക് ലോഡ് കൂടുതലാണ്. ഇവർ രാപ്പകലില്ലാതെ ഡ്യൂട്ടി ചെയ്യുക. എന്നാൽ അത്രയും ജനങ്ങൾക്ക് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ജനങ്ങൾക്ക് അനുസരിച്ച് എന്തില്ല, പോലീസിന്റെ കൗണ്ടില്ല. ഇവർക്ക് ഡ്യൂട്ടി ഹെവി ഡ്യൂട്ടി ലോഡും വരുമ്പോൾ ഇങ്ങനത്തെ ഫാമിലി കേസുകളില്ലേ, ഇവർ മാക്സിമം ഇങ്ങനത്തെ സാധനം വരുമ്പോൾ സെറ്റിലാക്കി വിടുകയാണ്. അത് കോടതി തീർത്തോന്ന് പറയാം. അതിന്റെ എന്തെങ്കിലും ഒരു ക്രൈം നടക്കാണ്ട സിനാരിയോ സോറി ഇങ്ങനെ ഉണ്ടോന്ന് വരെ ഇവര് ചിന്തിക്കണില്ല. ഇവർ ഈ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യാണ്, ഒരു സെറ്റിൽമെന്റ് മൂഡിലാണ് തീർത്തു വിടും. ഇങ്ങനെ തീർത്ത് വിട്ട് പോണ കേസുകളാണ് നാളെ എന്താവും അറിയാം. ഭാര്യ ഭർത്താവിനെ കൊന്നു, ഭർത്താവ് ഭാര്യനെ കൊന്നു, ഭാര്യയും ഭർത്താവും കൂടി കുട്ടീനെ കൊന്നു, ഭാര്യയും കാമുകനും കൂടി കുട്ടീനെ കൊന്നു, ഭർത്താവും കാമുകയും കൂടി കുട്ടീനെ കൊന്നു. ഇങ്ങനെ ഈ കേസ് മാറുമ്പോ വരും കുറെ എണ്ണം. അല്ല ഇതിലൊക്കെ ആ പെണ്ണിന് ഇവര് ഒരുമിച്ച് മറ്റോ പോവാറുണ്ട്, അപ്പൊ തന്നെ ആ ചെക്കന്റെ അച്ഛനെ പോയി കൊണ്ടുപോവാന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലെ അമ്മയ്ക്ക് പറ്റില്ലല്ലോ. അപ്പൊ ഇവിടുത്തെ നിയമം എന്താ, കോടതി വിധിക്കല്ലേ അമ്മയ്ക്കൊപ്പം. ഈ അമ്മ നല്ല മുതലാണോ എന്നുള്ളത് അന്വേഷിക്കണ്ടോ കോടതി? അതില്ലല്ലോ. അതാണ് ഇവിടുത്തെ സിസ്റ്റത്തിന്റെ ഫെയിലിയർ. ഇപ്പൊ ഈ കുട്ടിയുടെ അച്ഛൻ മരിച്ചു, ഓക്കെ, അച്ഛൻ മരിച്ച് ഈ പറഞ്ഞ അഷ്കർ ഈ പെൺകുട്ടിയെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞു വന്നത്, ഇതിൽ വേറെ ഒരാളും കൂടി ഉണ്ട്, ഒരു ഡാൻസ് ടീച്ചർ, ഒരു ടീച്ചർ വഴിയാണ് വന്നേന്നുള്ളത് ഈ അമ്മമ്മ പറയുന്നുണ്ട്. കുഞ്ഞ് അവൾ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് തന്നെ ഈ പ്രപ്പോസലായിട്ട് വന്നത് ഡാൻസ് ക്ലാസ്സിലെ അനു എന്ന് പറഞ്ഞ ആ വ്യക്തി അവളുടെ ഹസ്ബൻഡുമാണ് വന്നത്. അപ്പോൾ ഞാൻ അപ്പോഴും പറഞ്ഞതാണ്, കുഞ്ഞിനെ നോക്കുന്നവർക്ക് മാത്രമേ വിവാഹം കഴിച്ച് കൊടുക്കാറുള്ളൂ, അല്ലാതെ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇതിനിടയ്ക്ക് ഇവർ എപ്പോഴും പിന്നെ ഫോൺ നമ്പറൊക്കെ കൈമാറി ഇവർ രഹസ്യമായിട്ട് വിളിക്കാൻ തന്നു. പിന്നീട് ഞാനിങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ ഇവളിങ്ങനെ ഓവറായിട്ട് ഫോണിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, അവൻ പറഞ്ഞു ഇങ്ങനെ അഷ്കറേട്ടനാണ്. ഞാൻ എന്തിനാ ഇപ്പം ഇങ്ങനെ സംസാരിക്കണം, നിങ്ങൾ കുഞ്ഞിൻ്റെ കാര്യത്തിലല്ലതാവട്ടെ, പ്രത്യേകിച്ച് അവൻ മറ്റൊരു വിവാഹം കഴിച്ചിട്ടുണ്ട്, ആ പെൺകുട്ടി ഇപ്പോൾ സീരിയസ് അവസ്ഥയിലാണ്, RCC പേഷ്യൻ്റാണ്, അപ്പോൾ അതിങ്ങനെ കിടക്കുകയാണ്, അപ്പോൾ നിങ്ങളൊന്നും ചെയ്ത് കളയരുത്, നിയമത്തിൻ്റെ മുന്നിൽ നമ്മൾ കുറ്റക്കാരാവും, അങ്ങനെ ചെയ്യരുത് എന്ന് എൻ്റെ മോളോടും അവനോടും ഞാൻ പ്രത്യേകം പറയാനുണ്ടായിരുന്നു. അവ പോകുന്നൊക്കെ പറഞ്ഞതിന് ശേഷം ആണ് ഇവർ നിരന്തരം ഇങ്ങനെ ഫോൺ വിളിയും എല്ലാം ആയി. പിന്നീട് ഇവരെ കൊണ്ട് തമിഴ്നാട്ടിലെ ഏതോ അമ്പലത്തിൽ കൊണ്ടുവച്ചിട്ട് കാല് കെട്ടിയെന്ന് പറയുന്നു. പക്ഷെ എല്ലാം ഇമിറ്റേഷനാണ് ഇട്ട് ഇവിടെ കൊണ്ടുവന്നത്. അപ്പോൾ അതിനുശേഷമാണ് ഞങ്ങളിവിടെ അറിയുന്നത്. അവൻ ഈ കൊച്ചിനെ നോക്കൂല, കൊച്ചിനെ ഇഷ്ടമില്ല, വീട്ടിൽ ഉമ്മാക്കും സഹോദരിക്കും ഒന്നും ഇഷ്ടമില്ല എന്നുള്ള കാര്യം ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം കുഞ്ഞിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവർ മനഃപൂർവ്വം ചെയ്തത്. എന്നാൽ അന്ന് സ്റ്റേഷനിൽ പോയപ്പോഴും സാർ പറഞ്ഞു, നിനക്ക് നോക്കാൻ വയ്യെങ്കിൽ അമ്മത്തൊട്ടിൽ ഏൽപ്പിക്ക്, ഞങ്ങൾ അങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. പിന്നെ അച്ഛൻ്റെ വീട്ടുകാരുടെ അടുത്ത് ഇവള് കുഞ്ഞിനെയും കൊണ്ട് പോയതായിട്ടാണ് ഞാൻ പിന്നെ അറിയുന്നത്. അപ്പോൾ ഇന്നലെ ഞാൻ അറിയുന്നുണ്ട്, പിന്നെ കയ്യിൽ പ്ലാസ്റ്റർ എടുത്തു. അപ്പോൾ കൊച്ചിൻ്റെ കയ്യിൽ വളവുണ്ടായിരുന്നു, ആ വളവ് മാറ്റാൻ വേണ്ടിയിട്ട് കമ്പി ഇടണം, അത് അഷ്കർ പൈസ കൊടുക്കൂല എന്ന് പറഞ്ഞു. അപ്പോൾ അവൾക്ക് എന്നോട് ചോദിക്കാനും ബുദ്ധിമുട്ടുള്ളത് കൊണ്ടായിരിക്കും. അപ്പോൾ അതിന് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് തമിഴ്നാട് പ്രോഗ്രാമിന് പോയത്. അതാണ് ഈ 27-ാം തീയതി 28-ാം തീയതി പോയത് എന്നാണ് ഇന്നലെ ഞാൻ ഓരോരുത്തർ എന്നോട് പറഞ്ഞ് ഞാൻ അറിയുന്നത്. എന്ത് തന്നെ ആയാലും എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ പോയല്ലോ, ഇവളിനി ആർക്ക് വേണ്ടി ജീവിക്കണം? ഓളാർക്കും വേണ്ടി ജീവിക്കണ്ട, അവളാണ് തീർത്ത് കളയുക. പിന്നെ ഈ ഡാൻസ് ടീച്ചർക്ക് ഇതിലുള്ള പങ്ക് കൃത്യമായിട്ട് അന്വേഷിക്കണം. ഇവരെ കല്യാണത്തിന് മുൻകൈ എടുത്ത് ഈ പെണ്ണിന്റെ വീട്ടിലടക്കം സംസാരിച്ച് ഈ പെണ്ണിനെ ചാടിപ്പിച്ച് കല്യാണം കഴിപ്പിച്ചത് ഈ ഡാൻസ് ടീച്ചറാണ്. ഇതേ ഡാൻസ് ടീച്ചറാണ് ഈ കുട്ടിയുടെ അച്ഛൻ, മരിച്ചുപോയ അച്ഛൻ്റെ വീട്ടിൽ വിളിച്ചിട്ട് ഈ കുട്ടിയെ നിങ്ങൾ എടുത്തോ എന്ന് പറഞ്ഞിട്ട് ആദ്യം ഒരു അപ്രോച്ച് നടത്തി, പിന്നെ ഫോൺ എടുക്കാതെ ആയ ഡാൻസ് ടീച്ചർ. ഈ ഡാൻസ് ടീച്ചറിന് ഇതിൽ എന്ത് പങ്ക്? മീഡിയേറ്റർ എന്തിന്റെ മീഡിയേഷൻ? ഇതിന്റെ ഇന്റൻഷൻ എന്താണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. എന്തിനു വേണ്ടിയിട്ട് ഇപ്പൊ ഒരു കുട്ടിയെ കൊല്ലണം, അല്ലെങ്കിൽ ഈ കുട്ടി മരിക്കണം എന്നുള്ളത് എന്തിന്? ഇപ്പൊ അവന്റെ വീട്ടുകാരുടെ വാശിയോ അവന്റെ വാശിയോ നമുക്ക് മനസ്സിലാക്കാം. ഈ ടീച്ചർ ഇൻവോൾവ്മെന്റ് എന്താന്നുള്ളത് കൃത്യമായിട്ട് ഇതിൽ അറിയണം. ഇതിൽ വല്ല ഈ ഓർഗൻ കടത്തടക്കമുള്ള പരിപാടികൾ ചിലപ്പോൾ ചെയ്യാൻ പ്ലാൻ ഇട്ടിരുന്നെങ്കിലോ പറയാൻ പറ്റില്ലേ? അങ്ങനെയൊക്കെ ഉണ്ടാവും ഇതിനകത്ത്. കുട്ടികളെ വിൽക്കുന്ന പരിപാടിയില്ലേ, അങ്ങനത്തെ സാധനങ്ങൾ പ്ലാൻ ഇട്ടിട്ടുണ്ടെങ്കിലോ? കുട്ടികളെ ദേഹം മൊത്തം വികൃതമാക്കിയിട്ട് കുട്ടീനെ വിറ്റാലും പോരെ? അല്ല ഇവന്റെ കാട്ടിക്കൂട്ടലുണ്ടാ അല്ല അങ്ങനെയൊക്കെ ചാൻസ് ഉണ്ട്. ഇങ്ങനത്തെ ഒക്കെ ഇനി ഒന്നും വേണ്ട, ലഹരി മാഫിയ
ലഹരി മാഫിയ പല സാധനങ്ങളും ഇതിൽ അന്വേഷിക്കേണ്ടതുണ്ട്. ഇത് വെറുതെ ഒരു ചുമ്മാ ഒരു കേസായിട്ട് ഇനി ഇവിടുത്തെ സിസ്റ്റം തള്ളിക്കളയുകയാണെങ്കിൽ തള്ളിക്കളഞ്ഞ് വിടുക എന്നല്ല, വേറെ ഒന്നും പറയാനില്ല. ഈ കുട്ടിയുടെ മരിച്ച 1.5 വയസ്സുകാരൻ്റെ അച്ഛൻ്റെ വീട്ടിൽ അച്ഛൻ സംസാരിക്കുന്നത് കേട്ടോ. കിട്ടാനൊക്കെ ശ്രമിച്ചിരുന്നു അല്ലേ? ശ്രമിച്ചു. 3 മാസം കൊണ്ട് ഞാൻ ഇതിൻ്റെ പുറകെ ആയിരുന്നു ഈ കുഞ്ഞിനെ കിട്ടുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനകത്ത് ഈ കുഞ്ഞിനെ തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഇതിനകത്ത് എന്നെ ആദ്യമായിട്ട് വിളിച്ചത് ഈ അഖില ഡാൻസിന് പോകുന്ന ഡാൻസ് ടീച്ചർ ആണ് എന്നെ വിളിച്ചത്. ഡാൻസ് ടീച്ചർ എന്നെ വിളിച്ച് അവർ പാലക്കാട് നിൽക്കുവാണ് ഇപ്പോൾ. 3 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വരും, വന്നിട്ട് നമുക്കിതിനൊരു തീരുമാനം എടുക്കാമെന്ന് പറഞ്ഞതിന് ശേഷം ആ സ്ത്രീ ഇതുവരെ എന്നെ വിളിക്കുമോ. ഈ സ്ത്രീയും സംഭവങ്ങൾ നടന്നിട്ട് ഒരു ഫോൺ കോളിൽ പോലും എന്നെ വിളിച്ച് ചോദിക്കുകയോ ഇവിടെ വരികയോ ചെയ്തിട്ടില്ല. ഈ അസ്കറും ഈ ഡാൻസ് ടീച്ചറും ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. അവർ കുഞ്ഞിനെ ആദ്യം തരാമെന്ന് പറഞ്ഞിട്ട് ഇവനുമായിട്ട് ചേർന്ന് കുഞ്ഞിനെ തരാതിരിക്കാനുള്ള എല്ലാ രീതിയിലും ഇവർ ഇടപെട്ട് എന്നെ ഇതുവരെ വിളിച്ചിട്ടില്ല. ഇവർക്ക് കറക്റ്റ് ഈ കുഞ്ഞ് ഉപദ്രവിക്കപ്പെടുന്നതും ഈ സംഭവങ്ങളെല്ലാം ഈ ടീച്ചറിനറിയാം. ടീച്ചറിനെ വിളിച്ച് നമ്മൾ വെളിച്ചത്ത് കൊണ്ടുവന്നാൽ എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. ഇപ്പോൾ ഈ കുഞ്ഞിൻ്റെ കൈ പ്ലാസ്റ്റർ ഉണ്ടെന്ന് പറഞ്ഞ് അത് റിമൂവ് ചെയ്തതിന് ശേഷം കുഞ്ഞിനെ നിങ്ങളെ ഏൽപ്പിക്കാം എന്നുള്ളൊരു അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം പറഞ്ഞു. അങ്ങനെ കാത്തിരിക്കുമായിരുന്നു. 1.5 വയസ്സായ കുഞ്ഞിനെ പാലുകൂടി മാറാത്തൊരു കുഞ്ഞിന് ഒരു മണിക്കൂറാണെങ്കിൽ ശരി നമുക്ക് ഒരു മാറി നിൽക്കുന്നവരോട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 3 ദിവസമൊക്കെ ഒരു കുഞ്ഞിനെ ഈ പാലുകൂടി മാറാത്തൊരു കുഞ്ഞിനെ ഇത്രയും ക്രൂരത ചെയ്യുന്ന അത് അറിയാമായിരുന്നിട്ട് പോലും ഈ കുഞ്ഞിൻ്റെ അടുത്ത് ആക്കിയിട്ട് പോകുന്നതിന് കൃത്യമായ പങ്ക് ഈ അഖിലേക്കുമുണ്ട്. ഇതിൽ ഈ ഡാൻസ് ടീച്ചറിനെ കൃത്യമായി അന്വേഷിക്കണം. പിന്നെ ഈ അസ്കറിൻ്റെ വീട്ടുകാർ, ഈ അസ്കർ ആദ്യം കല്യാണം കഴിച്ച് ഇല്ലാതാക്കിയ ആ പെൺകുട്ടിയുടെ ജീവിതത്തിലും വില്ലത്തികളായതും വില്ലന്മാരായതും ഇവൻ്റെ വീട്ടുകാർ കുറേ ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ഈ കുട്ടിയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അഷ്കറിനോട് പറഞ്ഞതോ അല്ലെങ്കിൽ അഷ്കറിനെ ഇനീഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒപ്പം നിന്നതോ ഈ വീട്ടുകാരായിരിക്കും. അവരെയും പൊക്കണം, അവരെയും വെറുതെ വിടാൻ പാടില്ല. ഇതൊരു ഈ പറഞ്ഞ അഖിലയോ അഷ്കറിലോ തീർക്കാൻ പാടില്ല പോലീസ്. ആൻഡ് ഇവർ പുറലോകം അറ്റ്ലീസ്റ്റ് അതെങ്കിലും ഞാൻ നിയമത്തിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് പറയും. ഇനിയിപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇവരെ തല്ലിക്കൊല്ലാനോ അല്ലെങ്കിൽ കണ്ണോട്ട് അടിച്ചു കൊല്ലാനുള്ള കലാപാഹ്വാനം നടത്തിയെന്നൊന്നും നാളെ പറഞ്ഞു വരരുത്. മനസ്സിലായോ? നിങ്ങൾ നിയമപരമായിട്ട് ജീവപര്യന്തം കൊടുക്ക്, അകത്തിട്, പുറം ലോകം കാണിക്കല്. ജീവപര്യന്തം എന്ന് പറഞ്ഞാൽ ജീവപര്യന്തമാണോ? പിന്നെ ഇടയ്ക്കിടയ്ക്ക് ബെയിൽ കിട്ടി അങ്ങോട്ട് കിട്ടി നല്ല നടപ്പ്, ഈ പരിപാടി ഒന്നും പാടില്ല. അതുകൊണ്ട് എന്താ കാര്യം? അതുകൊണ്ട് ഒരു കാര്യമില്ല. കാരണം സർക്കാർ ചെലവിൽ നല്ല ഭക്ഷണവും കിടക്കണം, പുറം ലോകം കാണാതെ കിടക്കണം. കാര്യമില്ല, കിടന്ന പഠിക്കും. കാരണം അതൊരു വല്ലാത്ത തരം ട്രോമയാണ്. അതില്ലാന്ന് ഞാൻ പറയില്ല. പുറം ലോകത്തിനായിട്ട് ഡിറ്റാച്ച് ചെയ്ത് ഒന്നും അറിയാതെ ഇങ്ങനെ കിടക്കുമ്പോൾ പുഴുങ്ങി ചാവും. അത് ചെയ്യണം. അല്ലാതെ ഇടയ്ക്ക് പുറത്ത് വിട്ട് അകത്ത് കയറ്റി, ഇടയ്ക്ക് പുറത്തിട്ട് ഇടയ്ക്ക് അകത്ത് കയറ്റി, അതാ വരുത്. പിന്നെ ഇവർക്കൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ഇനി കുറേ വക്കീലന്മാരിറങ്ങും. ഏത് പേരുണ്ടാക്കാൻ വേണ്ടി കുറേ ആൾക്കാർ, പ്രതിയായ ആൾക്ക് മനുഷ്യാവകാശം ഇല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്, അതൊക്കെ ചെറ്റത്തരമാണെന്ന് കാണിച്ചു. കാരണം 1.5 വയസ്സുള്ള കുട്ടീനോട് ഇവനും ഇവളും കാണിച്ച ക്രൂരത ഒരു നേരം ചിന്തിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നാളെ കറുത്ത കൂട്ടിട്ട് ഇവർക്ക് വേണ്ടിയിട്ട് പോയി നിൽക്കാൻ പാടില്ല. ഒരു മനുഷ്യൻ നിൽക്കരുത്. വാദിക്കാൻ പോലും ഒരു വക്കീൽ വരാതെ കോടതിയിൽ എല്ലാതും കിട്ടി. ലാസ്റ്റ് എൻ്റെ മനസ്സിലുള്ളത് വേറെയാണ്. എൻ്റെ മനസ്സിലെന്ന് പറഞ്ഞാൽ തെലുങ്കാനയിലും തമിഴ്നാട്ടിലൊക്കെ കാണുന്ന പോലെ വണ്ടി ഇങ്ങനെ ഓടിച്ചു കൊണ്ടുപോകുമ്പോൾ എവിടെയെങ്കിലും നിർത്തുന്നു, പുറത്തേക്കൊന്ന് മൂത്രം വെച്ച് പോകാമെന്ന് പറയുന്നു, ബാക്കിൽ നിന്ന് എൻകൗണ്ടർ അല്ലേ? ആ സെറ്റപ്പ് അതൊക്കെയാണെന്നുണ്ടെങ്കിൽ സമാധാനമുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ നടക്കില്ല. അതുകൊണ്ട് പിന്നെ അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഈ അഷ്കറിൻ്റെ ആദ്യത്തെ കല്യാണം കഴിച്ച കുട്ടിയുടെ ഉമ്മ സംസാരിക്കുന്നത് കേട്ടോ. മകളോട് ചെയ്തത്, മകള് ഇക്ബാൽ ഹൈസ്കൂളിൽ +1 1 വർഷം കൊറോണയായിരുന്നു, 2ാം വർഷം 6 മാസം ക്ലാസ് ഉണ്ടായിരുന്നു. ആ സമയത്ത് പിന്നെ ഇവളെ കൂട്ടുകാരിയെന്നും പറഞ്ഞ് ഒരു പെണ്ണാണ് ഈ ചതിയിൽപ്പെടുത്തിയത്. ആമിന എന്നാണ് അവളെ പേര്. അപ്പം ബസ്സിൽ എൻ്റെ മോളും ബസ്സിൽ കയറും, ആ കുട്ടിയും ബസ്സിൽ കയറും. അങ്ങനെ ബസ്സിൽ കയറി കണ്ട് പരിചയപ്പെട്ടിട്ട് ഇവൾ സംബന്ധം ആലോചിച്ച് വന്ന്, ഇവന് ഈ അഷ്കർ എന്ന് പറയുന്നവന്. അപ്പോൾ സംബന്ധം ആലോചിച്ച് വന്നപ്പോഴത്തേക്ക് മോള് പറഞ്ഞ് എൻ്റെയോടെയല്ല ചോദിക്കാനുള്ള, വീട്ടിൽ ചെന്ന് ചോദിച്ചെന്ന് പറഞ്ഞ്. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങളെ വീട്ടിൽ ചോദിക്കാൻ വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞ് കൊച്ചിന് 18 വയസ്സായില്ല, 22 വയസ്സായിട്ടേ അവൾ സ്വന്തം കാലിൽ നിന്നതിന് ശേഷം നമുക്ക് അപ്പോഴാലോചിക്കാമെന്ന് പറഞ്ഞ്. ബുദ്ധിയുള്ളവരാണെങ്കിൽ പിന്നെ അവർ വരൂലായിരുന്നു. എന്നിട്ട് വീണ്ടും വരാൻ തുടങ്ങിയപ്പോൾ വാപ്പ പറഞ്ഞ് പറ്റൂലെന്നല്ലേ പറഞ്ഞത്, നിങ്ങൾക്ക് ഇവളെ തന്നെ കിട്ടണമെന്ന് ഇത്ര നിർബന്ധം എന്തേലും വേറെ പെൺകുട്ടികളെ ആരെയും കണ്ടില്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ ഇവർ നേരെ ഇക്ബാൽ ഹൈസ്കൂളിൽ പോയി കൊച്ചിനെ നിരന്തരം ഉമ്മായും സഹോദരിയും ഇവനും കൂടെ കാണുകയും ഫോൺ നമ്പർ കൊടുക്കുകയും പിന്നെ കൊച്ചു ഇവനുമായിട്ട് ഫോൺ
വിളിക്കുകയും പിന്നെ കൊച്ചിന് ഇവനെ മതിയെന്നും പറഞ്ഞ് വാശി പിടിച്ചുകൊണ്ടിരുന്നു. പിന്നെ നമ്മൾ വിചാരിച്ചപ്പോൾ ഇറങ്ങി പോകണ്ടല്ലോ എന്ന് പറഞ്ഞ് സ്വയാതിയല്ലേ എന്ന് വെച്ച് കല്യാണം ആലോചിച്ച് കല്യാണം ഉറപ്പിച്ചപ്പോഴും ആൾക്കാർ ഇവൻ്റെ പരിസരത്ത് പനവൂരൊക്കെ ചെന്ന് തിരക്കിയപ്പോഴത്തേക്കും പറയുന്നു ഇവരെക്കുറിച്ച് ഒരു നല്ല അഭിപ്രായം ഒരുത്തരും പറയാനില്ല. അങ്ങനെ നിങ്ങൾക്ക് കൊച്ചുങ്ങൾ അധികം കിടക്കണമെങ്കിൽ ആറ്റി പിടിച്ച് തള്ളെന്ന് അവർ ഞങ്ങളുടെ പറഞ്ഞ്. ഞങ്ങളങ്ങനെ ഈ വൃന്ദാവന ഓഡിറ്റോറിയം ബുക്ക് ചെയ്ത് 5000 രൂപ അഡ്വാൻസ് കൊടുത്ത് ബുക്ക് ചെയ്ത് കല്യാണ ലെറ്റർ വരെ അടിച്ച് 2022 ആഗസ്റ്റ് 28-ാം തീയതിയാണ് കല്യാണം വരെ ഉറപ്പിച്ചത്. അപ്പോൾ ഞാനൊരു സൂപ്പർ മാർക്കറ്റിൽ ജോലിയായിരുന്നു. ഞാൻ 10 മണിക്ക് പോയാൽ 9 മണിക്കാണ് വരുന്നത്. അപ്പോൾ എൻ്റെ മക്കളെ നോക്കുന്ന വാപ്പായാണ്. വാപ്പാക്കും കാലിന് സുഖമൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ നമ്മളെ കുടുംബം കൊണ്ടുപോകണമെന്ന് വെച്ച് ഞാൻ ജോലിക്ക് ഇറങ്ങിയത്. അപ്പോഴത്തേക്ക് ഞങ്ങൾ വീട്ടിൽ വാപ്പ കല്ലമ്പലത്ത് പോകും. കല്ലമ്പലമാണ് എൻ്റെ വാപ്പാരുടെ കുടുംബം. അപ്പോൾ ചില ദിവസം കല്ലമ്പലത്തിൽ പോകുമ്പോൾ വീട്ടിൽ ആരും ഇല്ലെന്ന് അറിഞ്ഞുകൊണ്ട് ഇവൻ്റെ ഉമ്മായും സഹോദരിയും കൂടെ വീട്ടിൻ്റെ പരിസരമൊക്കെ വന്ന് നോക്കിയിട്ട് പോകുമായിരുന്നു. ഞങ്ങളിതൊന്നും അറിയണില്ലായിരുന്നു. ഞങ്ങളുടെ അയൽപക്കത്തുള്ളവരാണ് പറഞ്ഞത്. വിവാഹമായിട്ട് നടന്നില്ല. കൊച്ചിനെ വിവാഹത്തിന് നമ്മളെല്ലാം തയ്യാറെടുത്ത് അപ്പോഴത്തേക്ക് വീണ്ടും ഇവൻ ഇങ്ങനെ പറയും. കൊച്ചിനെ ഫോൺ വിളിച്ച് ഈ കൊച്ചു കല്യാണത്തിന് മുമ്പ് ഭയങ്കര കരച്ചിലാണ്. അപ്പം ഞാൻ എന്തെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഇത് ഒന്നും പറയൂല. അപ്പോൾ ഇവൻ മാനസിക പീഡനം തുടങ്ങി കല്യാണത്തിന് മുമ്പേ ഫോണിലൂടെ. അപ്പം ചോദിക്കുമ്പോൾ ഒന്നും പറയില്ല, ഭയങ്കര കരച്ചിലാണ്. ഞാൻ ചോദിച്ചു കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ പറയുമ്പോൾ അവൾ ഒന്നും ഞങ്ങളോട് പറയൂല. എന്നിട്ട് ഞാൻ 1 മാസം ലീവ് എടുത്ത് വീട്ടിൽ നിന്ന് എൻ്റെ വീട് വൃത്തിയാക്കാനായിട്ട് നിന്നപ്പോൾ ഒരു ദിവസം ഒരു ഫോൺ കോൾ വരികയാണ്. അപ്പോൾ അവൻ ഫോണിൽ കൂടെ എന്നെ ചീത്ത പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഈ വ്യക്തിയാണ് നീ കെട്ടാൻ ഒരുങ്ങുന്നത്. അപ്പോഴും ചീത്ത വിളിച്ചെന്തിനാണ് പണവും സ്വർണവും എൻ്റെ നിന്ന് വാങ്ങിച്ചു കൊടുക്കണമെന്നും പറഞ്ഞ്. ഒന്നാമത്തെ വിഷയം ഈ പാരൻസ്, ഇതുപോലുള്ള പാരൻസ്, ഞാൻ അവരെ കുറ്റപ്പെടുത്തില്ല, പക്ഷെ എന്നാലും ഇവരുടെ ഭാഗത്തുനിന്ന് പറ്റിയ മിസ്റ്റേക്കാണ് ഇവരുടെ കുട്ടികളുടെ ജീവിതത്തിൽ ഇങ്ങനൊരു അവസ്ഥ വരുത്തി വെച്ചിട്ടുള്ളത്. എല്ലാം അറിഞ്ഞുകൊണ്ടും വീണ്ടും സ്വജാതിയല്ലേ, മറ്റതല്ലേ, മറച്ചതല്ലേ, നാട്ടുകാർ വരെ പറഞ്ഞു ആറ്റിക്കളയാ നല്ലത്, ഓന് കെട്ടിച്ചു കൊടുക്കണേക്കാ നല്ലത്. എന്നിട്ട് വരെ എടാ എന്ത് ഇത് പ്രായപൂർത്തി 16-17 വയസ്സാവുന്നത്? അതാ പ്രായപൂർത്തി? ഈ 16-17 വയസ്സാണോ പ്രായപൂർത്തിയാവുന്നത്? ഇതൊന്നും അല്ല വിഷയം. ഇതെന്താ കുഴപ്പമെന്ന് അറിയാം എനിക്ക്. ഇവിടെ പല ആൾക്കാരും ഒരു പരിധി ഇങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ മറ്റേത് ചിന്തിക്കുക. ഏത് ഇപ്പൊ വന്നു പോയത് പോട്ടെ, അങ്ങനെയെല്ലാം ചിന്തിക്കരുത്. എന്തിനാണ് എനിക്ക് ചിന്തിക്കേണ്ട ആവശ്യമുള്ളത്? എല്ലാവരും പറയാണ് ഒരുത്തം ഫ്രോഡാണ്, ആറ്റിക്കളയാൻ നല്ലതെന്ന് പറയുമ്പോൾ വരെ മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് പറയാനാ? ഞാൻ ഈ സിറ്റുവേഷനിൽ ഇവരെ കുറ്റപ്പെടുത്തുന്നതല്ല, പക്ഷെ ഇനിയെങ്കിലും റിയാലിറ്റി മനസ്സിലാക്കുക. നല്ലതല്ലേ കെട്ടിച്ചു കൊടുക്കാതിരിക്കുക. ഇനിയിപ്പോൾ കുട്ടികളായിട്ട് ഇറങ്ങിപ്പോയി എന്ന് വിചാരിച്ചോ, അങ്ങനെ ഇറങ്ങിപ്പോയവരോട് ദേഷ്യം കാണിക്കാതെ അവരെ ജീവിതം നല്ല രീതിക്കാണോ പോണേന്നുള്ളത് ജസ്റ്റ് ഒന്ന് അന്വേഷിക്കുക. അങ്ങനെയെങ്കിലും ചെയ്യാലോ, അതെങ്കിലും ചെയ്യണം സത്യം പറഞ്ഞാൽ. പിന്നെ ഈ അഷ്കറും ഫാമിലി അയ്യോ ഒന്നാം തരം മികച്ച മൈലുകളാണെന്നാണ് പറയേണ്ടത്. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്, ഇതേ സെയിം പാറ്റേൺ അല്ലേ മറ്റേ കുട്ടീനോടും കാണിച്ചേ? സെയിം പാറ്റേൺ. പിന്നെ ആരെ കല്യാണരാമനോ? അപ്പോൾ പിന്നെ തന്ത ആരായിരിക്കും? മൂത്ത കല്യാണരാമനായിരിക്കും. തള്ള അതിലും വലിയ വെടല. നാട് നടന്ന് ഒരുത്തനെ കെട്ടിക്കാൻ നടക്കുക. എന്താ കുണ്ണരോഗം ഉണ്ടാവന്? ഇങ്ങനെ കെട്ടിച്ച് കഴപ്പ് തീർപ്പിക്കുന്ന വിത്തുകാളെ മകൻ ഉണ്ടാക്കിയിട്ടുള്ള തന്തയും തള്ളയും കൂടി. തന്തനും തള്ളയും തന്നെ പറയണം എൻ്റെ, അല്ല വേറെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മകൻ കാണിക്കുന്ന പഴപ്പുകേടിനൊക്കെ കൂടെ നിന്ന് അതിനൊത്താശ പാടുന്ന കുറെ വേറെ കൊല മലരുകൾ. ഈ ഒരു കുട്ടിയുടെ ജീവിതം ഇങ്ങനെ തുലച്ച്, അടുത്ത കുട്ടിയുടെ ജീവിതവും തുലച്ച്, അതിലുണ്ടായ ഒരു 1.5 വയസ്സിനെയും തീർത്ത്. എന്ത് ഗതികെട്ട നാടല്ല. ഞാൻ പറഞ്ഞല്ലോ, കൃത്യമായിട്ടുള്ള നിയമം വേണം, ശക്തമായിട്ടുള്ള നിയമം വേണം. ഇങ്ങനെ കാണിക്കുന്ന എരപ്പുകൾ ഒന്നും നാട്ടിൽ വെച്ചേക്കാൻ പാടില്ല, ഒന്നിനും വെച്ചേക്കരുത്. ആ രീതിയിലുള്ള സ്ട്രോങ് ഉള്ള നിയമം കൊണ്ടുവരും. ഇപ്പം ഈ പെൺകുട്ടിയുടെ കേസിൽ ഈ പെൺകുട്ടീനെ ഇവൻ ഉപദ്രവിച്ചതിനെ കുറിച്ച് ഉമ്മ പറയുന്നുണ്ട്. ഇത് പോലീസ് കേസായിട്ടില്ലേ? ഇതിൽ സിസ്റ്റം ഇടപെട്ടില്ലേ? അവിടെയില്ല, അവിടെയും സിസ്റ്റം ഫെയിലറാണ്. ആളെ തല ഭിത്തിയിൽ വെച്ച് ഇടിക്കും. ബാക്ക് സൈഡ് നമ്മൾ സെറിബെല്ലത്തിൻ്റെ ഭാഗത്താണ് ഇടി എന്ന് പറഞ്ഞാൽ ക്ലോസറ്റിൽ വെച്ചാണ് ഇടിക്കണം. ഇടിച്ച് ബോധം കെട്ട് പല ദിവസവും കിടന്നിട്ടുണ്ടെന്ന്. എന്നിട്ട് തള്ളയും സഹോദരിയും ഇവനും കൂടെ എൻ്റെ കൊച്ചിനെ വീട്ടിൽ എന്നെ കൊണ്ടാക്കെന്നും പറഞ്ഞ് കതവ് തുറന്ന് ഇറങ്ങാൻ പോയപ്പോഴത്തേക്ക് 3 പേരും കൂടെ വലിച്ചിഴച്ച് ബാത്റൂമിൽ കൊണ്ടിട്ട് വീണ്ടും ഇവൻ വയറ്റിൽ ചവിട്ടുകയും ഇടിക്കുകയും ചെവിട്ടത്ത് ഇടിക്കുകയും അടിക്കുകയും ഒക്കെ ചെയ്തു. എന്ന് വെച്ചാൽ പറയാൻ പറ്റാത്ത തരത്തിലുള്ള ക്രൂരതയാണ്. അതിന് മുമ്പായിട്ട് തന്നെ എൻ്റെ കൊച്ചിനെ പല പ്രാവശ്യമായിട്ട് ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിച്ച് പല പ്രാവശ്യം അവർ കൊല്ലാൻ ശ്രമിച്ച്.
കൊച്ചിനെ ഫാനിൽ ഇവരെ കെട്ടിത്തൂക്കാൻ ഒരുങ്ങി അടിച്ച് 3 പേരും കൂടെ അടിച്ചിട്ട് കൊച്ചു അബോധാവസ്ഥ ആയപ്പോഴത്തേക്ക് ഫാനിൽ കെട്ടിത്തൂക്കാൻ ഒരുങ്ങിയപ്പോൾ എങ്ങനെയോ എൻ്റെ കൊച്ചിന് ഓർമ്മശക്തി ദൈവം തമ്പുരാൻ കൊടുത്ത്. അങ്ങനെ കൊച്ച് കരഞ്ഞ് വിളിച്ചപ്പോഴത്തേക്ക് അയൽവക്കക്കാർ കേട്ട്. അവർ ഞങ്ങളോട് വിളിച്ചു പറഞ്ഞ് ആ വീട്ടിൽ ഭയങ്കര വഴക്കാണെന്ന്. അയൽവക്കക്കാർ ആരും അവിടെ സഹകരിക്കില്ല. കാരണം ഈ സ്ത്രീ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അപ്പോഴും ആ സ്ത്രീ ഇട്ടിരിക്കുന്ന വസ്ത്രം വലിച്ചു കീറിയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോവുകയാണ് അവർക്ക് വിജയത്തിന് വേണ്ടി. അതുകൊണ്ട് അവിടെയുള്ള അയൽവക്കക്കാരാ നാട്ടുകാരാ ഒന്നും ഇവരോട് ഒന്നും പറയൂല. ഇതാണ് അവിടുത്തെ ഒരു അവസ്ഥ. ഇപ്പോൾ മോളുടെ അവസ്ഥ എന്താണ്? മോളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ മോള് 13 മാസം വരെ ഹോമോ സ്റ്റേജ് ആയിരുന്നു. 13 മാസം ഓപ്പറേഷൻ കഴിഞ്ഞ് 2.5 മാസം വെന്റിലേറ്ററിലായിരുന്നു. ഇപ്പോൾ ഒരു 10 മാസം ആവേ ഉള്ളൂ എൻ്റെ മോൾക്ക് ഓർമ്മശക്തി കിട്ടിയിട്ട്. എന്നാലും ചിലപ്പോഴൊക്കെ ഒരു ഇതായിട്ട് തോന്നും. എന്നാലും ഇപ്പം നല്ല ഓർമ്മശക്തി ഉണ്ട്. പക്ഷേ മോൾ കിടക്കേന്ന് എഴുന്നേക്കൂല. പോലീസ് സ്റ്റേഷനിൽ എത്ര തവണ പരാതി കൊടുത്തു? പോലീസ് സ്റ്റേഷനിൽ ഒരു 6 പ്രാവശ്യമെങ്കിലും പരാതി കൊടുത്തിട്ടുണ്ട്. ഇടക്കാലത്ത് ഞങ്ങൾ കൊടുത്ത് അവനെ ഒരു ദിവസം വിളിച്ച് അവൻ വന്ന്, പിന്നെ പോലീസുകാർ വിളിച്ചിട്ട് അവൻ വന്നിട്ടില്ല. അപ്പോഴമ്മളുടെ പറഞ്ഞ് നിങ്ങൾ ഒരു പരാതി തരുന്നു. അപ്പം ഞങ്ങൾ കൊച്ചിനെയും കൊണ്ട് ഹോസ്പിറ്റലിലായതുകൊണ്ട് എനിക്ക് പിന്നെ പരാതി കൊടുക്കാൻ പറ്റിയില്ല. 6 പ്രാവശ്യം പരാതി കൊടുത്തൊരു ഉമ്മ പോലീസ് സ്റ്റേഷനിൽ. ഇവൻ്റെ ഉപദ്രവം കാരണം മകളുടെ ജീവിതം പോയി. ആ കുട്ടീനെ ഇപ്പോൾ കാണാൻ പറ്റില്ല, ഞാൻ ആ വിഷ്വൽസ് വെക്കുന്നില്ല. ആ പോലീസുകാർക്കെതിരെ നടപടി വേണം. 6 പ്രാവശ്യം ഒരു ഉമ്മ വന്ന് ഈ ഉപദ്രവത്തിൻ്റെ കാര്യം പറയുമ്പോൾ അവനെ പോലീസ് സ്റ്റേഷനിലേക്ക് ഒന്ന് വരുമോ അഷ്കറ എന്ന് പറഞ്ഞ് താലം കുട്ടി വിളിച്ച പോലീസുകാരനുണ്ടെന്നുണ്ടെങ്കിൽ വയ്യ. തെറി പറയാൻ ഒട്ടും ആഗ്രഹമില്ല. പക്ഷെ എന്താ അറിയോ, തെറി പറയാതെ പോകാനും പറ്റുന്നില്ല. വീഡിയോയിൽ ഞാൻ അങ്ങനെ തെറി പറഞ്ഞ നിങ്ങൾ അടുത്തൊന്നും കേട്ടിട്ടുണ്ടാവില്ല. പക്ഷെ എന്താ പറയുക, എനിക്ക് രാവിലെ ഒന്നും ഈ സാധനം കണ്ടിട്ടും സഹിക്കുന്നില്ല. ഇതിനകത്ത് ഈ അഖിലിയും അഷ്കറും മാത്രമൊന്നുമല്ല, ഞാൻ പറഞ്ഞ പോലെ ഇതിനകത്ത് ഇവരുടെ ഫാമിലി, ഈ അഷ്കറിൻ്റെ ഫാമിലി, ഈ പറഞ്ഞ പോലീസുകാർ, CWCൻ്റെ ആൾക്കാർ, എല്ലാവരും കൂടി ചെയ്തൊരു ക്രൈമാണ്. എല്ലാവരും ചെയ്ത ക്രൈം. അതിന് ഇനി ആരും എണ്ണെടുത്ത് പറഞ്ഞ് മറ്റേത് ഇതാക്കി ഒന്നുമില്ല. ഇൻവെസ്റ്റിഗേഷൻ വെക്കുക. ഇന്ന കാര്യങ്ങൾ. ഈ അഷ്കർ എന്ന് പറഞ്ഞ ക്രിമിനലിനെ ഇവിടെ അഴിഞ്ഞാടി നടക്കാൻ വേണ്ടി സഹായിച്ച പോലീസുകാർ, ഈ CWCയുടെ ഉദ്യോഗസ്ഥർ, ഈ കുട്ടിയുടെ കയ്യിൻ്റെ ഫോട്ടോ കണ്ടിട്ട് പോലും അതിൽ ഒരു നടപടിയും എടുക്കാതെ ഈ പറഞ്ഞ രീതിയിൽ ഒരു എന്താ പറയുക, ചെറിയൊരു എന്താ ഒരു കുട്ടിയുടെ ഈ ലാഘവത്തിൽ ഇതെടുത്ത ആൾക്കാരെയൊക്കെ എന്ത് ചെയ്യണം, സർവീസിൽ നിന്നേ പിരിച്ചു. അതിലൊന്നും വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. അവരൊന്നും സർവീസിലിരിക്കാൻ യോഗ്യരല്ല. പിന്നെ ഇങ്ങനത്തെ വെടലുകളെയൊന്നും അമ്മന്നും അമ്മയുടെ പാസൊന്നും അമ്മയുടെ മറ്റേ ഇതൊന്നും പറഞ്ഞു വരരുതാരും. മനസ്സിലായില്ലേ? ഇനി അത് ന്യായീകരിക്കാൻ ആളുകളുണ്ടാവും. അവളുടെ അവസ്ഥ അങ്ങനെയല്ലേ, ആ കുട്ടി ഗർഭിണിയാകുമ്പോൾ ആ ഹസ്ബൻഡ് മരിച്ചതല്ലേ, ആ കുട്ടി അങ്ങനെ ആയാലെന്താ, അവർക്ക് ജീവിതത്തിൽ വേറെ ഓപ്ഷൻ വേണ്ട, അങ്ങനെ പ്രോഗ്രസീവ് മൈൻഡ് സെറ്റിൽ പ്രോഗ്രഷൻ്റെ മൈൻഡ് സെറ്റിലുള്ളവരുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് ഇവൻ ഈ അഷ്കറിനെ പോലുള്ള പറയുന്നില്ല. ഞാൻ പറയും, ഇതിനകത്ത് വളരെ എവിഡൻ്റാണ് ലഹരി എന്ന് പറഞ്ഞൊരു സാധനം കിടക്കുന്നുണ്ടാവും. പിന്നെ ഈ പറഞ്ഞ ഡാൻസ് ടീച്ചർക്കും ഈ ഗ്യാങ്ങിന് എന്താണ് ഇവരുടെ ആവശ്യം? ഈ അഷ്കറും അഷ്കറിൻ്റെ ഫാമിലിക്ക് അടക്കം എന്താണ് ഇവരുടെ ആവശ്യം? ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നു, കൊണ്ടുവരുന്നു, അതിൻ്റെ സ്വർണം പണ്ടം അടിച്ചു മാറ്റുന്നു, സ്വത്തടിച്ചു മാറ്റുന്നു, ആഷുപൂഷായിട്ട് ജീവിക്കുന്നു, അതിനെ കൊല്ലാക്കൊലക്ക് ഇട്ട് കൊടുക്കുന്നു. ഇപ്പോഴും ഇവരുടെ ജീവിതത്തിൽ ഈ കുട്ടി ഇതിനൊരു വിലങ്ങുതടിയാവും എന്നുള്ളത് കൊണ്ട് തീർത്തു കളഞ്ഞാണ്. ഒന്നും പറയാല്ല, പറയും തോറും എന്താ പറയുക, ടെൻഷനാവും. നമ്മുടെ ലൈഫിൽ നല്ല സമയമൊക്കെ ഉണ്ടല്ലോ, ഇതാലോചിച്ച് നമ്മൾ ഭ്രാന്തായി പോവാണ്.